തെലങ്കാന സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് സ്വന്തം നേതാക്കളിൽ നിന്നും നിസ്സഹകരണം നേരിടുകയാണ്. ചിലയിടങ്ങളിൽ പുറത്തുനിന്നും വന്ന നേതാക്കൾക്ക് ടിക്കറ്റ് നൽകിയതോടെയാണ് അതാത് മണ്ഡലങ്ങളിൽ ഭിന്നത തുടങ്ങിയത്. ചില നേതാക്കൾ തങ്ങളുടെ പ്രതിഷേധം തുറന്നു പറയുകയും ചെയ്തു. സംസ്ഥാന നേതൃത്വത്തോടുള്ള എതിർപ്പ് ഇവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടിയേറ്റ നേതാക്കൾക്ക് ടിക്കറ്റ് നൽകിയ പല മണ്ഡലങ്ങളിലും മുതിർന്നവരും പഴയ തലമുറയിലെ പ്രവർത്തകരും പറയുന്നത് അവർക്ക് ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ്. പതിറ്റാണ്ടുകളായി പാർട്ടിയിൽ വിശ്വസിക്കാതെ കഴിഞ്ഞ ദിവസം മാത്രം പാർട്ടിയിൽ ചേർന്നവർക്ക് ടിക്കറ്റ് നൽകി ഞങ്ങളെ അപമാനിക്കുന്നത് സഹിക്കാൻ കഴിയില്ല എന്നതാണ് അവർ പറയുന്നത്. വർഷങ്ങളോളം അധ്വാനിച്ച് വ്യവസ്ഥിതിക്കെതിരെ പോരാടി കേസുകൾ നേരിട്ട് പാർട്ടിയെ ഫീൽഡ് തലത്തിൽ ശക്തിപ്പെടുത്തിയപ്പോൾ ഇത്രയും കാലം തങ്ങളെ അപമാനിച്ചവരെ തന്നെ കൊണ്ടുവന്ന് തങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും അവർ പറയുന്നുണ്ട്. സേതി റെഡ്ഡിക്ക് നൽകൊണ്ട ടിക്കറ്റ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ നേതാക്കൾ സംസ്ഥാന ഓഫീസിൽ പ്രതിഷേധിച്ചത് ഇതിനൊരു വലിയ ഉദാഹരണമാണ്. പാർട്ടിക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അവസരം ലഭിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിലും പണമുള്ളവർക്ക് മാത്രമാണ് ടിക്കറ്റ് നൽകുന്നതെന്ന അമർഷവും മറ്റു ചില നേതാക്കൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്. പാർട്ടി മാറാതെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് യാതൊരു വിലയും ഇല്ല എന്നും നേതാക്കൾ പറയുന്നുണ്ട്. സീറ്റ് നൽകിയാൽ മാത്രം പാർട്ടിയിൽ വരാമെന്ന് പറയുന്നവരുടെ പുറകെ പാർട്ടി പോകുന്നത് സഹിക്കാൻ കഴിയില്ല എന്നതാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. തങ്ങളോട് ചെയ്ത അനീതിക്കെതിരെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ നിരവധി നേതാക്കളും കൈ ഉയർത്തിയതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിസ്സഹകരണം ആയുധമാക്കി വിവിധ മണ്ഡലങ്ങളിൽ പല നേതാക്കളും സഹകരിക്കാൻ തയ്യാറാവാതെ നിൽക്കുകയാണ്. ഈ വിഷയം അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നീക്കവും ഉണ്ടായില്ല എന്നും നേതാക്കൾ പറയുന്നുണ്ട്. ഈ അതൃപ്തി ഇങ്ങനെ തുടർന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏൽക്കുമെന്നത് ഉറപ്പാണ്. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങും നടക്കുന്നില്ലെന്നതും എന്ത് ചെയ്യണമെന്നറിയാതെ നേതാക്കൾ കുടുങ്ങിയെന്നും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുമുണ്ട്.